മണിക്കുട്ടൻ ചേട്ടാ നമസ്കാരം. തിരക്ക് പിടിച്ച് ഓടുകയെന്നറിയാം, രജിസ്ട്രേഷനൊക്കെ വേണ്ടിയിട്ട് പോകാമെന്നറിയാം. ആ തിരക്കിൻ്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം, എന്താണ് ഇന്നത്തെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ തോന്നുന്നത് ഈ ഒരു സമയം? സന്തോഷം. നമ്മളെ കുടുംബം ഇപ്പോൾ ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ച് വന്ന് ആ കുടുംബം ഒന്നിച്ച് നിൽക്കുന്നതിൽ വലിയ സന്തോഷം. ഈ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു കുടുംബസംഗമം നടത്തുകയും അത് സക്സസ്ഫുൾ ആവുകയും തുടർന്ന് വീണ്ടും ഒരു മീറ്റിംഗിലേക്ക് വന്ന് ചേർന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു മീറ്റിങ്ങിന് എത്രത്തോളം പ്രതീക്ഷയോടെയാണ് കാണുന്നത്? എൻ്റെ പ്രതീക്ഷ. എല്ലാവരും അപ്പൊ വിവേകേട്ടൻ പോരില്ലേ? അങ്ങനെ പോകരുത്, വരൂ. വിവേകേട്ടനിലാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞ് മണിക്കൂട്ടൻ ചേട്ടൻ എസ്കേപ്പ് ആയിട്ടുണ്ട്. അത് പറയാൻ പാടില്ല കേട്ടോ. എന്നാ ഈ ഒരു മീറ്റിങ്ങിന് വന്നിട്ടുള്ള സന്തോഷമാണെന്ന് എനിക്കറിയാം. അതിനേക്കാൾ ഉപരി എന്താ ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഇതൊരു എന്താ പറയാ, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക ഓരോ വർഷം കഴിയും തോറും. ഈ പറഞ്ഞ പോലെ ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മളെ എക്സിക്യൂട്ടീവിൽ തന്നെ വരുന്നുണ്ട്. മാത്രമല്ല അല്ലാണ്ട് തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മളെ അമ്മയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഓരോ മീറ്റിങ്ങിലും ഓരോരോ എന്താ പറയുക നിറഞ്ഞ ആൾക്കാർ വരുന്നു, സദസ്സാണ് നമുക്ക്. പിന്നെ മാത്രമല്ല നമുക്ക് എല്ലാവരെയും കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്, വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ആ വരുന്ന ഒരു ബന്ധങ്ങളായിരുന്നാലും ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല, ഇനി അതിന് പുറത്തും നമ്മൾ ആ ബന്ധം നിലനിർത്തി പോകുന്നുണ്ട്. പറയാനുണ്ടായിട്ടാണ് ഓടി പോകാൻ പോയത്. ഒത്തിരി മാറ്റങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ഇതിന് ശേഷം ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നു. അപ്പോൾ അത് ഇനി അടുത്ത വർഷം വരും വർഷങ്ങളിൽ അതിനേക്കാൾ വിപുലീകരിച്ച് വളരെ നല്ല രീതിയിൽ നടത്തും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ചെറുതല്ല, ഒരു വലിയ ഉത്സവം തന്നെയാണ്. നമ്മുടെ മലയാളികള് വിഷു, മറ്റേ ഓണം, ക്രിസ്മസ്, ബക്രീദ് ഒക്കെ പോലെ ഇതും അല്ലെ നമ്മുടെ സംഘടനയുടെ ഇടയിൽ കാത്തിരിക്കുന്ന ഒരു വലിയ തന്നെയാണ്. ഓണം പോലെ തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവരും ഈ വേർതിരിച്ച് കാണാണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പോകുന്ന ഒരു ഫീൽ നമുക്ക് ഭയങ്കര നല്ല സന്തോഷമാണ്. എന്തെങ്കിലും ഒരു മാറ്റം പ്രത്യേകമായിട്ട് കൊണ്ടുവരണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിച്ച മാറ്റങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് എനിക്കായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. എല്ലാവരും ഈ സംഘടനയോട് ചേർന്ന് നിന്ന് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെതായ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ, വളരെ പോസിറ്റീവായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. എനിക്കറിയാം നല്ല തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. പക്ഷെ എന്നാലും ഒരു കാര്യം, ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും കാണാനായിട്ട് സാധിച്ചതിൽ. 3-4 സുന്ദരിമാരും ഒരുമിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഈ ഒരു പുതിയ മീറ്റിങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുമ്പോൾ, പുതിയ മീറ്റിംഗ് മീൻസ് ഈ വർഷത്തെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് വന്ന് ചേർന്നിരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടെന്ന് പറയാം. സോ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നൊരു ഒറ്റ വാക്കിൽ എല്ലാവരും പറയാമോ? അല്ല, പ്രതീക്ഷ എന്ന് പറയാനായിട്ട് ഓൾറെഡി പ്രതീക്ഷയുള്ളൊരു സാധനമല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളാരും ആ പ്രതീക്ഷ, വലിയൊരു പ്രതീക്ഷ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാനത് ഇവിടെ പറയാൻ പോവാണ്. ഇന്ന് 15 വർഷത്തിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജഗതി ചേട്ടൻ, അമ്പിളി ചേട്ടൻ ഈ മീറ്റിങ്ങിന് വരുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ. അതാണോ ചോദിച്ചത്? അതിപ്പം സന്തോഷമുള്ള കാര്യമല്ലേ. അമ്പിളിച്ചേട്ടനെ നമ്മൾ ഇടയ്ക്ക് പോയി കാണാറുള്ളതാണ്, എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന് കാണാറുള്ളതാണ്. ഹാപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പ്രിൻസ് OTT-യിലേക്കും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചിയുടെ സീനൊക്കെ ഭയങ്കര അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം എങ്ങനെ പറയാനായിട്ടുള്ളത്? എന്ത് സന്തോഷമല്ലേ, നമുക്ക് എല്ലാ ദിവസവും സന്തോഷം. സീൻ ഹിറ്റായാലും സിനിമ ഹിറ്റായാലും സന്തോഷം, സിനിമ ഇല്ലെങ്കിലും സന്തോഷം. നമുക്ക് സന്തോഷമാണ് ഏറ്റവും വലുത്. സന്തോഷിക്കാൻ അങ്ങനെ കുഞ്ഞു കാര്യം വലിയ കാര്യമൊന്നുമില്ല, എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. താങ്ക് യു. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല, പോരുത്. ഒരു നല്ല വിശേഷം. മഞ്ജു സംസാരിച്ചത് സന്തോഷം. അപ്പൊ എന്തായാലും എനിക്ക് സന്തോഷം. താങ്ക് യു വെരി മച്ച്. എന്തുണ്ട് വിശേഷം? ഓക്കെ, നമ്മൾ ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. വരാതിരിക്കാന്ന് പറഞ്ഞാണ് അന്നേരം വന്നു, സന്തോഷം പറ്റിയില്ല. അതെ വന്നതിൽ സന്തോഷം. എന്ത് ചേട്ടൻ എന്തേ? പുള്ളി വന്നില്ല. അപ്പം ജനറൽ ബോഡി ഇപ്പം 31ാമത്തെ വർഷമാണ് കൂടുന്നത്. എന്താണ് എക്സൈറ്റ്മെന്റ്? ഞാൻ 31ാമത്തെ വർഷത്തെ ജനറൽ ബോഡിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ 15ാമത്തെ വർഷമാണ്. 15th ഇയർ ആണ് എൻ്റെ. ഒത്തിരി സന്തോഷം, കാരണം കൂടുതൽ മെമ്പേഴ്സിനെ കാണുന്നു, പിന്നെ സീനിയേഴ്സിനെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ സന്തോഷം അതാണ്. നമ്മളെപ്പോഴും നേരിട്ട് കാണാത്തവർ പലരും നമ്മൾ മീറ്റിങ്ങിൽ വരും, കാണാൻ പറ്റും. നമ്മുടെ കുടുംബത്തോടെന്ന പോലെ നമുക്ക് എല്ലാവരോടും മിണ്ടാനും സംസാരിക്കാനും പറ്റുന്ന ഒരു ദിവസമാണ്. ഓക്കെ, അപ്പം ഇതുവരെ എത്തിച്ചിരിക്കുന്ന നിലവിലാണ് കമ്മിറ്റിയാണ്. അവരുടെ പ്രവർത്തനത്തെ എങ്ങനെ വലിയ നന്നായി പോകുന്നു. ലാസ്റ്റ് ഇയർ എല്ലാം നല്ല വർക്കായിരുന്നു. കാരണം ഞങ്ങളുടെ ഫാമിലി മീറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിരുന്നു. നമ്മളെപ്പോഴും അമ്മയുടെ മീറ്റിംഗിന് പോകുമ്പം നമ്മൾ തനിയെ വരിക, ഫാമിലി എല്ലാവരും ആരെയും വിടത്തില്ല. മെമ്പേഴ്സിനെ മാത്രമേ നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം, എല്ലാവരെയും ഒന്ന് കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആരെയും കാണിക്കാനോ അങ്ങനെ നമ്മളൊരു എല്ലാ സെറ്റിലും പോകത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളപ്പോൾ
ആ ഒരു ഫാമിലി മീറ്റ് വളരെ നല്ലൊരു ഐഡിയ ആയിരുന്നു ശരിക്കും. അപ്പം അത് കുറച്ച് മാറ്റങ്ങൾ ഒത്തിരി വന്നു തുടങ്ങിയിട്ടുണ്ട്. യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നല്ല നല്ല പ്രോഗ്രാംസും എല്ലാം എല്ലാവരും എൻ്റർടൈൻമെൻറ്റിൽ നിർത്താനായിട്ട് പറ്റുന്ന ഒരു രീതിയിലേക്ക് അസോസിയേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ സന്തോഷം ചേച്ചി. കാണാം. Bye. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ശ്രീജിത്തേട്ടൻ എന്താ ചെറിയ ചായ എന്ത് ടീയാണ്? ശംഖുപുഷ്പം. ഹെൽത്ത് അല്ലേ? അപ്പം അടിപൊളിയായിട്ട് നമ്മുടെ ഒറ്റപ്പാലം റോയൽ കാറ്ററിങ്ങിൻ്റെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ 31ാമത്തെ ആ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് എന്നിവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ എന്താണ് ചേട്ടാ, എന്തൊക്കെയാണ് സന്തോഷങ്ങളെന്നൊന്ന് പറയാമോ? സന്തോഷമാണ്. എപ്പോഴും വർഷത്തിലൊരു ദിവസം ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരും കാണുന്നത് എപ്പോഴും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മളൊരു കുടുംബസംഗമം പോലെ എല്ലാവരും വീണ്ടും കാണാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ. മറ്റത് ഏത് സെറ്റ് പോയാലും നമുക്ക് ഇതിന്റെ അകത്ത് വളരെ ചെറിയ ശതമാനം ആൾക്കാർ ഇതാവുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്നേഹം പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. റോയലിന്റെ നല്ല ചായയും ഒക്കെ ഉണ്ട്, കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡിജെയും കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം പരിപാടികൾ കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ആ പരിപാടികളൊക്കെ വന്നത് ഒരു പുതിയ കമ്മിറ്റിയുടെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇതിന് മുന്നേ വരെ എനിക്ക് തോന്നുന്നൊരു ഷോ ആണ് നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗിലെ പരിപാടികൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ആദ്യമായിട്ടായിരുന്നു. അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ഈ എന്താ പറയുക, പുതിയ പുതിയ എക്സ്പെരിമെന്റ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കണമല്ലോ. എല്ലാവരും കലാകാരികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യം. അപ്പോൾ അത് ഈ ഒരു കമ്മിറ്റി അതിനുവേണ്ടി ഒരു മുൻകൈ എടുത്ത് നടത്തിയത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും വരുന്നു, ഈ പറഞ്ഞ പോലെ മീറ്റിംഗ് പങ്കെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു എന്നുള്ള വിട്ട് ഒരു ചെറിയ എന്റർടൈൻമെന്റ് ഏരിയയും കൂടിയും ഇതിന്റെ അകത്ത് വരുന്നത് നല്ലത് തന്നെയാണ്. അച്ഛനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാതെ പോയ ഭയങ്കര മോശം. കാരണം പ്രേക്ഷകർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ടോ? അച്ഛൻ സുഖമായിരിക്കുന്നു. അച്ഛനും ഞാനും കൂടി ഇപ്പോൾ വടു എന്ന് പറഞ്ഞൊരു സിനിമ അച്ഛനും മകനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളി, അതൊരു നല്ലൊരു ഫാക്ടറാണ്. ഇനിയും ഒരു രസകരമായ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ സംസാരത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഹാപ്പിയാണ്. അച്ഛൻ ഇപ്പോൾ ഈ അടുത്ത് വേറെ 1-2 പടങ്ങളൊക്കെ നല്ല വേഷങ്ങൾ ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ആക്റ്റീവാണ്. അപ്പൊ നമ്മുടെ തൃശ്ശൂർ അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് നിൽക്കുകയാണ്. അച്ഛൻ അന്വേഷണം പറയാ, എല്ലാ പ്രാർത്ഥനകളും ശ്രീജിത്തേട്ടൻ അടിപൊളിയാവട്ടെ. എൻജോയ് ചെയ്യാം. താങ്ക് യു ചേട്ടാ. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.